ഹജ്ജിന് പോകുമ്പോൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയും ചിലരൊക്കെ കൂടെ കൊണ്ടുപോകാറുണ്ട്. സാമ്പത്തിക ശേഷിയും സൗകര്യമുള്ളവർ അങ്ങനെ ചെയ്ത് ചില കുട്ടികളെ കൊണ്ടുപോകാതെ ഇവിടെ നാട്ടിൽ വിട്ടിച്ച് പോകാൻ കഴിയാത്തതിന്റെ അവസ്ഥയുണ്ടാവും. പിന്നെ ഏതായാലും ഒരു സൗകര്യമല്ലേ എന്ന് വിചാരിച്ച് കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പൊ ആ കുട്ടികൾ ആൺകുട്ടികളാണെങ്കിൽ അവർ ഇഹ്റാമിന്റെ ഡ്രസ്സൊക്കെ ധരിപ്പിക്കും, ഇഹ്റാമിൽ പ്രവേശിപ്പിക്കും ഒക്കെ ചെയ്യും. ഇതാണ് മനസ്സിലാക്കേണ്ട ഒരു സംഗതി. ഈ കുട്ടികളെ ഈ തിരക്കിൽ കൊണ്ടുപോകാതിരിക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് നല്ലത്. കാരണം കുട്ടികൾക്ക് ഒരു ബാധ്യതയും ഹജ്ജിന്റെ വിഷയത്തിൽ വന്നിട്ടില്ല. പ്രായപൂർത്തിയാകുന്നതോട് കൂടിയേ നിയമം ബാധകമുള്ളൂ. അപ്പോൾ പിന്നെ കുട്ടികളെ സംബന്ധിച്ച് അത്രയും ബാധ്യതയുള്ളൂ, അവർക്ക് നിയമപരമായിട്ട് ബാധ്യതയല്ല. ഈ തിരക്കിനിടയിൽ അവർക്കും കൊണ്ടുപോകുന്നവർക്കൊക്കെ പ്രയാസമാകുന്ന വിധത്തിൽ കൊണ്ടുപോകേണ്ടതില്ല, കഴിയുന്നത്ര കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് പണ്ഡിതന്മാരൊക്കെ പറയുന്ന ഒരു സംഗതി. രണ്ടാമത്തെ വിഷയം, ഒരു കുട്ടി നമ്മുടെ കൂടെ ഹജ്ജ് ചെയ്യുന്നു നോക്കുക, നമ്മൾ അവന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യിക്കും കൂടെ. റസൂൽ പറഞ്ഞത് വലക്കി അജിർന്ന, ഒരു സ്ത്രീ അങ്ങനെ പറഞ്ഞപ്പോൾ റസൂൽ അവരോട് പറഞ്ഞ് അങ്ങനെ അവൻ ചെയ്തോട്ടെ, പക്ഷെ അതിന് കൊണ്ടുപോകുന്ന നിനക്കാണ് അതിന്റെ കൂലിന്ന്, കൊണ്ടുപോകുന്ന ആൾക്ക് അതിന്റെ പുണ്യം ലഭിക്കും. അപ്പൊ അത് ആ പ്രയാസം സാഹസമൊക്കെ നമ്മൾ സഹിക്കണം എന്നർത്ഥം. മൂന്നാമത്, ഏതെങ്കിലും കർമ്മങ്ങൾ ആ കുട്ടി ഇതിൽ മുടങ്ങി പോയി നോക്കുക, അതിന്റെ പേരിൽ പ്രായശ്ചിത്തം ചെയ്യുകയോ അത് രണ്ടാമത് മടക്കി ചെയ്യുകയോ ഒന്നും വേണ്ട. കാരണം അവന് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ അങ്ങോട്ട് ചെയ്തു പോയാൽ മതി. അത് ചെയ്യിച്ചതിനുള്ള കൂലി അത് കൊണ്ടുപോയ ആൾക്ക് കിട്ടും, അതിന് സാമ്പത്തികം മുടക്കിയിട്ടുണ്ടാവും, മറ്റു അധ്വാനക്കണയിൽ കൂലി കിട്ടുമെന്നല്ലാതെ അതിന് രണ്ടാമത് ആവർത്തിക്കുകയോ പ്രായശ്ചിത്തം ചെയ്യുകയോ ഒന്നും വേണ്ട. കാരണം അവർക്ക് നിയമങ്ങൾ ബാധകമല്ല എന്നാണ് അതിന് കാരണം. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ഈ മൂത്രമൊഴിക്കാനും മറ്റൊക്കെ ഉണ്ടാവും, തവാഫ് ചെയ്യുന്നവരും ഒക്കെ അതിനുള്ള ആവശ്യങ്ങളൊക്കെ ഡ്രസ്സ് പാമ്പേഴ്സ് ഒക്കെ ധരിപ്പിച്ച് വൃത്തിയായിട്ട് കൊണ്ടു നടക്കാനൊക്കെ ശ്രദ്ധിക്കണം. ഒരു പ്രയാസമില്ലാത്ത രീതിയിലാകാനാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഈ കുട്ടികളുടെ മുതിർന്നവരുടെ ഹജ്ജ് തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പുരുഷന്മാർ മുതിർന്നവർ അവരുടെ ഹജ്ജ് പൂർണ്ണമായി നിർവഹിക്കുന്നു. കുട്ടികൾക്ക് അവർ ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ചെയ്യണം, ചെയ്യിപ്പിക്കാൻ കഴിയുന്നവർ ചെയ്യിപ്പിക്കണം എന്നതല്ലാതെ അവരുടെ നിർബന്ധമായിട്ടൊന്നും പറയേണ്ടതില്ല. വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ കഴിയുന്നതനുസരിച്ച് അവരോട് ചെയ്യിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കുട്ടികൾ കൊണ്ടുപോകുമ്പോൾ പ്രത്യേകമായിട്ടും അവർക്ക് വേണ്ടിയും അവരുടെ പരലോകമോക്ഷത്തിന് ദീനിലെ ഹിദായത്ത് കിട്ടാൻ വേണ്ടിയൊക്കെ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം.